അപ്പോൾ നമ്മൾ സെക്കൻഡ് സെമ്മിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ക്വാണ്ടം റിവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഏർലി ഇമ്പാക്റ്റ് ഇൻ അറ്റോമിക് സ്ട്രക്ചർ. ഇതാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു പ്രീ റിക്വസൈറ്റ്സിൽ ഒരുപാട് ന്യൂക്ലിയർ മോഡൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ റുദർഫോർഡിന് ഏറ്റവും കൂടുതൽ അറ്റോമിക് സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ കേസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് റുദർഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ ഒരു എക്സ്പെരിമെൻറ്റ് വഴി പറഞ്ഞിട്ടുള്ളത്, പിന്നെ പോസിറ്റീവ് ചാർജ്, ഒരു ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത്രയും സ്മോളാണ്, ആ ഒരു സെൻട്രൽ കോറിനെയാണ് ന്യൂക്ലിയസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലാണ് ന്യൂക്ലിയസ് റിവോൾവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഓർബിറ്റ്സ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതായത് ഓരോ ഡിസ്കവറീസ് കാര്യങ്ങൾ പറയാം. അപ്പോൾ റുദർഫോർഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു റുദർഫോർഡിൻ്റെ മോഡൽ എന്ന് പറയുന്നത്, ഇത് ഒരിക്കലും ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട് അത് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് എനർജി ലോസ് ഒക്കെ ചെയ്തിട്ട് ദെൻ ഇറ്റ് ഈസ് സ്പൈറൽ ഇൻ ടു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു റുദർഫോർഡിൻ്റെ മോഡൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലൈൻ സ്പെക്ട്ര, എലമെൻസിൻ്റെ ലൈൻ സ്പെക്ട്രയെ കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷനും റുദർഫോർഡിൻ്റെ മോഡൽ പറഞ്ഞിട്ടില്ല. എന്നാൽ റുദർഫോർഡിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആ നീൽസ് ബോർ ആണ് ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വന്നു അദ്ദേഹം. അത് ആക്ച്വലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, റുദർഫോർഡിൻ്റെ ആ ഒരു അതായത് മോഡലിൻ്റെ ഒരുപാട് ഡ്രോബാക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി നീൽസ് ബോർ എങ്ങനെയൊക്കെയാണ് ഈ ഒരുപാട്, അതായത് റുദർഫോർഡിൻ്റെ മോഡൽസിലൊക്കെ ഉണ്ടാകുന്ന ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യാൻ റുദർഫോർഡിന് സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹി sought solution from quantum theory of radiation suggested by മാക്സ് പ്ലാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടം തിയറീസിൻ്റെ ബേസിസിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ദെൻ നീൽസ് ബോറിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫിസിക്സിൽ. ദെൻ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി, അതുപോലെ തന്നെ റുദർഫോർഡിൻ്റെ മോഡൽ എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞാൽ, ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യും, നമ്മൾ ഈ ഒരു ക്വാണ്ടം തിയറീനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോറിൻ്റെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു തിയറീൻ്റെ പോസ്റ്റുലേറ്റ്സും, അതുപോലെ തന്നെ അവിടെ റേഡിയസ്, വെലോസിറ്റി ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വെച്ച് പോവാണ്. ഫസ്റ്റ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററിൽ എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്റർ ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലൊക്കെ കോളത്തിൽ കുറച്ച് കാര്യങ്ങൾ കാണാം. അതായത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത്, വേവ് നാച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് നമ്പർ, ആംപ്ലിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഒരു വേവിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയണമെന്നുള്ളത് അത് ആക്ച്വലി ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്കത് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ സിലബസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് ഒറിജിൻ ഓഫ് മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 19th സെഞ്ച്വറീൻ്റെ ആ ഒരു എൻഡ് തന്നെ എല്ലാവരും വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് എല്ലാവരിലും എത്തിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ലൈറ്റിന് എന്തുണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മോഷൻ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈറ്റിനുണ്ട്, ഒരു ചെറിയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വൈഡ്ലി ആക്സെപ്റ്റഡ് വണ്ണാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് എനർജി ഓഫ് വേവ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺലി ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, നോട്ട് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി. അതായത് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു വേവിൻ്റെ എനർജി എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഒരു വേവിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് ആംപ്ലിറ്റ്യൂഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫ്രീക്വൻസിനെയോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻസ് ആയിട്ടുള്ള ഡിഫ്രാക്ഷൻസ്, സ്കാറ്ററിങ്സ് ഒക്കെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വെച്ചിട്ട്. പക്ഷേ
ഇവിടെ നമുക്ക് പറയാനുള്ള വേറൊരു സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേഷൻസ് ഫ്രം ഹീറ്റഡ് സോളിഡ് ബോഡി. അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷനാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്നാൽ ഒരു ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്നും വെച്ചിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചിട്ട് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പം മാക്സ് പ്ലാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടം തിയറി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഇതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരു വേർഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്.